ആലപ്പുഴയിൽ 14 വയസ്സുകാരന് ബി.ജെ.പി. നേതാവിന്റെ ക്രൂരമർദ്ദനം. ഷാഫിക്കാണ് മർദ്ദനമേറ്റത്. പ്രാദേശിക ബി.ജെ.പി. നേതാവ് മനോജാണ് കുട്ടിയെ മർദ്ദിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് കായംകുളം കാപ്പിൽ സ്വദേശിയായ 14-കാരനെ അയൽവാസിയും ബി.ജെ.പിയുടെ ബൂത്ത് പ്രസിഡന്റുമായ മനോജ് ക്രൂരമായി മർദ്ദിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കായംകുളത്ത് താമസിക്കാനെത്തിയ കുടുംബത്തിലെ കുട്ടിയെയാണ് മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. സൈക്കിളിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൈക്കിളിലൂടെ എടുത്ത് തറയിലടിച്ചായിരുന്നു. ഞാൻ മാമനൊന്നും ചെയ്തില്ല, മാമനെതിരെ എന്നെ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിനക്കെല്ലാം അറിയണോടാന്നും പറഞ്ഞ് എന്നെ ആദ്യമേ 2-3 വണ്ടി അടിച്ചപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്കറിയാവുന്ന അമ്മയെ വിളിച്ച സമയത്ത് ഈ മാമനാണെങ്കിൽ അക്കൊക്കെ അറിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കായിരുന്നു കോളറെ കയറി പിടിച്ച് മുള്ളുവേലി പിടിച്ച് താത്തത്. മുള്ളുവേലി പിടിച്ച് താത്തിട്ട് ഞാൻ അതോട്ട് കയറിയപ്പം പിന്നെ എന്നെ അവിടെ നിന്ന് അഴിച്ചടിച്ച അടിനാവിലൊക്കെ ചവിട്ടി കൊങ്ങിക്ക് പിടിച്ച് വെച്ചേക്കുമായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് കുട്ടിയെ മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ് പറയുന്നു. പൈസ ഇല്ലാതെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ആക്രി കൊടുത്തു വിട്ടത്. കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ട് വാങ്ങുവാണ്, വന്നിട്ട് നമുക്ക് ചായ ഇടാന്ന് പറഞ്ഞ് വിട്ടതാണ്. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയ വഴിക്കായി ഇദ്ദേഹം കുഞ്ഞുങ്ങളെ പിടിച്ച് പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇളയവനെ കൊങ്ങ കെട്ടിപ്പിടിച്ച് അവനെ അടിക്കാൻ പോയതിന് അവൻ പേടിച്ച് മൂത്ത ആളിനോട് പറഞ്ഞു, ഇക്കൊക്കെ ഇതുപോലെ ഒരു മാമൻ ഞങ്ങളെ അടിക്കാൻ വരുന്നുണ്ട്, ആരാന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് ഉമ്മച്ചായെ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം വാന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് തിരിച്ച് വന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിലോട്ടാണ് വരുന്നത്. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും 14-കാരനെ മർദ്ദിച്ച അയൽവാസിയും ബി.ജെ.പി. പ്രവർത്തകനുമായ മനോജിനെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഷജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.